ഹലോ. ഹലോ. എവിടാ? ഞാനിതാ ക്ഷീണിച്ച് കിടക്കുക. ക്ഷീണിച്ചോ? എന്ത് പറ്റി? ഞാൻ കുറെ തവണ വിളിച്ചായിരുന്നല്ലോ, നീ എന്തെടുക്കാഞ്ഞേ? ഞാൻ പറഞ്ഞില്ലായിരുന്നു ചേട്ടൻ്റെ കൂടെ പോകണം. പോയോ? എപ്പോ പോയി? ഇന്ന് പോയി. ഇന്ന് ആഹാ. മോർണിംഗ് പോയി. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അവരൊരു സ്ഥലത്ത് വരാൻ പറഞ്ഞു. വന്നിട്ട് കാറിൽ പോയിട്ട് എപ്പോഴാ വന്നേ? ഇപ്പോൾ വന്നിട്ട് ഇവിടെ ഫ്രഷ് ആയിട്ട് കിടക്കുക. നീ ഉം. മെസ്സേജ് അയച്ച സമയത്ത് ഞാൻ പിന്നെ റീപ്ലൈ തന്നായിരുന്നല്ലോ. നീ പിന്നെ നോക്കിയിട്ടുമില്ല. കോൾ ചെയ്ത സമയത്ത് ഞാൻ പിന്നെ റീപ്ലൈ, അതായത് മെസ്സേജ് അപ്പം തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചായിരുന്നു. ഞാൻ 2-3 തവണ വിളിച്ചായിരുന്നു, ഇവരുടെ പിന്നെ കൂടെയാന്ന് പറഞ്ഞിട്ട്. കൂടെ അവരുടെ കൂടെ ആയതുകൊണ്ട് പിന്നെ ഞാൻ കോൾ എടുക്കാഞ്ഞ് ഫോൺ സൈലന്റ് ആക്കിയായിരുന്നു. എന്നിട്ട് പുള്ളി എന്താ പറഞ്ഞു? ചേട്ടൻ ഒന്നും എന്ത് പറഞ്ഞു? പറയണ്ട, ഞാനതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാലോ എന്ന് വിചാരിച്ചു പോയതാ. പിന്നെ കാണുന്ന ഒരു ഇതില്ലേ, നടക്കൊന്നുമില്ലല്ലോ അങ്ങനെ വലുതായിട്ടൊന്നും. കാറിലാണല്ലേ? ഞങ്ങള് എവിടെയോ ഇങ്ങനെ ഒരു ആൾക്കാരൊന്നും അധികമില്ലാത്ത സ്ഥലത്ത് ദൂരെ എവിടെയോ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഇങ്ങനെ കാറ് സൈഡിൽ നിർത്തിയിട്ട് ഇങ്ങനെ കുറച്ച് സമയം സംസാരിച്ച്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലോ. അതോ ഔട്ട് സൈഡ്? എന്നിട്ട് പുള്ളി ഇങ്ങനെ ഇങ്ങനെ അതായത് നേരത്തെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ബോയ് ഫ്രണ്ട് ഒന്നും. ഞാൻ പറഞ്ഞില്ല, ഉണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനൊന്നും. എന്റെ ചേട്ടൻ ഇങ്ങനെ എൻ്റെ അടുത്ത് താല്പര്യം കാണിച്ചുകൊണ്ട് ഞാൻ പിന്നെ എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യണം തോന്നി. അങ്ങനെ ഓക്കെ പറഞ്ഞാന്ന് പറഞ്ഞു. പുള്ളി എൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ പിടിച്ചിങ്ങനെ സംസാരിച്ച് കുറേ നേരം. കാറില്? ഫ്രണ്ട് സീറ്റ് തന്നെ. ബാക്ക് സീറ്റിലോട്ട് ഒരു തവണ പോയായിരുന്നു. അത് കുറെ അവിടുന്ന് കുറച്ച് സംസാരിച്ച് പിന്നെ കുറെ മുന്നോട്ട് പോയിട്ട് കുറെ ദൂരം അങ്ങോട്ട് പോയിട്ട് അപ്പോൾ അവിടെ അധികം ആൾക്കാരൊന്നും വരാത്ത സ്ഥലമാണെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ കാറ് നിർത്തിയിട്ട് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് പിന്നെ ബാക്ക് സീറ്റിലും പോയാലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പേടിയുണ്ട്. അങ്ങനെ പറഞ്ഞു. പേടിക്കൊന്നും വേണ്ട, ഇവിടെ ആരും വരുത്തൊന്നുമില്ല അങ്ങനൊക്കെ പറഞ്ഞു. ബാക്കിലോട്ട് പോയി. എന്നിട്ട് ബാക്ക് സീറ്റും പോയി ഇരുന്നു. പുള്ളി പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ എന്തൊക്കെയല്ലോ എന്താ പറയാ ചെയ്തു. പിന്നെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചേച്ചി പിന്നെ വീട്ടിലോട്ട് അടുത്ത ദിവസം വരാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ അപ്പൊ തന്നെ ഓക്കെ പറഞ്ഞു. വീട്ടിലാകുമ്പോ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇപ്പൊ ഇടുന്നൊന്നും എത്ര നേരം ഇരുന്നു? ഒരു 10-20 മിനിറ്റ് അവിടെ ബാക്ക് സീറ്റിലിരുന്നാണ്. പക്ഷെ കുറെ നേരം എനിക്കും പേടിയുണ്ടായിരുന്നു. പിന്നെ വീട്ടിലോട്ട് വരാൻ പറഞ്ഞു. അവരുടെ അമ്മ ഇല്ലാത്ത സമയത്ത് ഒരു ദിവസം വിളിക്കാം വരണമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. കൊള്ളാമല്ലോ. ആകെ ടയർഡായിരിക്കും. ടയർഡാവാൻ മാത്രം എന്താ സംഭവിച്ചു? ഞാൻ ട്രാവൽ ചെയ്തതിന്റെ ക്ഷീണം അങ്ങനെ.
ഉം ഉം. വേറൊന്നും നടന്നില്ല? എല്ലാം അവിടെ അങ്ങനെ വലുതായിട്ടൊന്നും നടക്കത്തില്ലല്ലോ. ഉം. അങ്ങനെ തിരിച്ച് ഈവനിങ് ആയിരുന്നു. അങ്ങനെ കുറെ ലോങ് പോയതല്ലേ, ഉം. അപ്പൊ ഈവനിങ് ആയി തിരിച്ചു വരാം. ഉം. അല്ല, അത്രയും നേരം ഇവിടെ ആയിരുന്നു, രാവിലെ എങ്ങോട്ട് പോയത്? അത് കുറച്ച് ലോങ്ങാ പോയത്, അപ്പൊ ഇത്രയും സമയം എടുക്കുമല്ലോ. ഉം. ഞാൻ പിന്നെ കാറില് എക്സ്പീരിയൻസ് ചെയ്യാലോ വിചാരിച്ചിട്ടങ്ങ് പോയത്. എന്നിട്ടെന്താ എക്സ്പീരിയൻസ് അന്ന് ചെയ്ത്? ഉം. അന്ന് വീട്ടിൽ വന്ന സമയത്ത് പറഞ്ഞില്ലേ, ഉം. വീട്ടിൽ വന്നിട്ട് പിന്നെ ഒന്നും നടന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് പേടിയായിട്ടാണ് ആരെയും കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പിന്നെ റോഡ് സൈഡ് ആകുമ്പോ ഒന്നും വലുതായിട്ടൊന്നും നടക്കൂലല്ലോ. ഉം. എന്താ നടന്നു? വീട്ടിൽ വെച്ചിട്ട് ബാക്കി നോക്കാം. അല്ല, കാറിൻ്റെ ഉള്ളിൽ എന്താ നടന്നു, കേക്കട്ടെ. കാറിൻ്റെ ഉള്ളില് അന്ന് വീട്ടിൽ നടന്ന പോലെ തന്നെ ഇങ്ങനെ ജസ്റ്റ് മടിയിലിരുന്നോട്ടാ എന്നിട്ട് അങ്ങനെ മടിയൊക്കെ എത്തി. മടി കിടത്തിയോ? കിടത്തിട്ടൊക്കെ ഞാൻ മടി കിടത്തി. എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചു കൊടുത്തു. മടി കിടത്തി എടുത്തോട്ടെ. പുള്ളിയുടെ മടി കിടത്തി. എങ്ങനെ? നല്ല ഉണ്ടായിരുന്നു. അല്ല, അന്നോ? ഞാൻ കൊടുത്തു. എടുത്തിട്ട് പുള്ളി വായി തന്നോ? ഇല്ല, നടക്കൂലല്ലോ. പിന്നെ എങ്ങനെയായിരുന്നു? രണ്ടും എടുത്തു. മുകളിലല്ലേ പുള്ളി, നീ കൊടുത്തു പുള്ളിക്ക്. അവിടെ വേദന ഉണ്ട്. പുള്ളിക്ക് ആക്രാന്തം തോന്നുന്നു. കടിച്ചിട്ട് പുള്ളിക്ക് ഭയങ്കര ആക്രാന്തമായിരുന്നു തോന്നുന്നു. അയ്യോ, ഭയങ്കരമായിട്ട് ആക്രാന്തമായിരുന്നു. വീട്ടിൽ വെച്ച് ബാക്കി നോക്കാം. അത്രേ നടന്നുള്ളൂ, വേറെ നടന്നില്ല. അതിന്റെ കൂടെ കൈ വെച്ച് താഴെ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നാലേ ഞാൻ പിന്നെ വിളിക്കാം. ഓക്കേടാ, ഞാൻ ഉറങ്ങട്ടെ. നല്ല ടയേർഡാ. ശരി.